ഈ ഒരു കലാപരിപാടി എൻ്റെ ചാനലിൽ അന്യം നിന്ന് പോകാതിരിക്കാൻ മാസത്തിലൊരിക്കലെങ്കിലും ഞാൻ എടുത്തിട്ട് ഒരു വട്ടം ഈറ്റിന് ഡേ. അപ്പോൾ രാവിലെ തന്നെ നമുക്ക് ഐശ്വര്യമായിട്ട് നല്ലൊരു ഇടിയപ്പവും ചമ്മന്തിയിലും അങ്ങോട്ട് തുടങ്ങാമല്ലേ. രാവിലെ ഒരു 8-8:30 നേരത്താണ് ഞാൻ കാപ്പി കുടിക്കാറ്. അത് കഴിഞ്ഞൊരു 10 മണിക്ക് ഫ്രിഡ്ജിലിരുന്ന് വിളിക്കുന്നതായി ഈ ഒരു കഷ്ണം റെഡ് ഹലുവ എടുത്ത് കഴിച്ചും കൊണ്ട് മന്ദമായി നടന്ന് അടുക്കളയിലെത്തിയപ്പോഴത്തേക്കാണ് അടുക്കളയിൽ അടുപ്പിൻ്റെ പുറത്ത് വേറൊരു സാധനം ഞാൻ കണ്ടത്. എന്താണെന്നല്ലേ, ഉണങ്ങാൻ വേണ്ടി വെച്ചിരുന്ന ഈ ഒരു പറങ്ങാണ്ടി. എന്നാൽ പിന്നെ അത് ചുട്ട് കഴിച്ചും കൊണ്ടായിരിക്കാം അടുത്ത പരിപാടി എന്നും പറഞ്ഞ് നേരെ അതിനെടുത്ത് ഞാൻ തിളച്ചുകൊണ്ടിരുന്ന അരിയുടെ അടുപ്പിലോട്ടെടുത്തിട്ടു. നോക്ക് സൂക്ഷിച്ച് നോക്ക്, അത് കിടന്ന് കത്തണണ്ട. അങ്ങനെ അതിനെല്ലാം കൂടെ വേവിച്ചെടുത്തു. 1 2 3 4 5 6 7 8 എണ്ണം ഉണ്ടായിരുന്നു. ഇനി നമുക്കതെല്ലാം കൂടെ ഇടിച്ച് അതിനകത്തുള്ള കശുവണ്ടി പരിപ്പ് വെളിയിലോട്ട് എടുക്കാം. ഞാൻ ആ സമയത്ത് ഇങ്ങനെ ആലോചിക്കുന്നു, വല്ല അണ്ടി ഓഫീസിൽ അണ്ടിയെല്ലാം വേണ്ടി പോയാലും മതിയെന്നല്ലേ, കശുവണ്ടി ഫാക്ടറിയിൽ. അങ്ങനെ എൻ്റെ അതിസാഹസികമായ ഇടപെടൽ കാരണം ഒരെണ്ണം പോലും മുഴുവനോടെ കിട്ടാതെ എല്ലാം അടിച്ച് പൊളിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. എന്നാലും സാരമില്ല, നമുക്ക് നല്ല നാടനായിട്ട് കിട്ടുന്ന അടുപ്പിലിട്ട് ചുട്ട കശുവണ്ടി പരിപ്പല്ലേ എന്ന് പറഞ്ഞ് അതും കഴിച്ചിട്ടുണ്ടായിരുന്നു. കൈ ഫുള്ളും കരിയുമായിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ നമ്മളൊരു ഉച്ചയ്ക്കൊരു 1-1:30 സമയത്ത് നല്ല ചോറ്, പരിപ്പ്, പപ്പടം, പിന്നെ മീൻകറിയും തോരനും വെച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കാണ് അടുത്ത വീട്ടിൽ നിന്ന് ചേച്ചി കൊച്ചിനെ വിളിച്ചൊരു ലഡുവും ഐസ്ക്രീമും കൊടുത്തത്. കൊച്ചിൻ്റെ ലഡു കൊച്ചിൻ്റെ ഐസ്ക്രീമൊന്നും നോക്കില്ല, നേരെ അതും കഴിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് ഐസ്ക്രീമേ കഴിച്ചോളൂ, എല്ലാം കഴിച്ചാൽ അവൾ കലിപ്പുണ്ടാക്കില്ല. അതുകൊണ്ട് കുറച്ച് ഐസ്ക്രീമും ഒരു ലഡുവും കൂടെ കഴിച്ചിട്ടുണ്ടായിരുന്നു. മധുരം കഴിക്കണമെന്നാണല്ലോ. അങ്ങനെ ഉച്ചയൂണും ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞതിന് ശേഷം വൈകുന്നേരം ഒരു കുളിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് ആകാശം പൊതുവെ ഭാഗികവും മേഘാവൃതമായിരിക്കുന്നു എന്ന് എൻ്റെ അമ്മ പറയുന്നൊരു ഡയലോഗ് പോലെ ഇങ്ങനെ മേഘങ്ങളൊക്കെ മഴ പെയ്ത് തോർന്ന് മൂടിക്കെട്ടിയ അന്തരീക്ഷത്തിൽ നമുക്ക് നല്ല ഏലക്കൊക്കെ ഇട്ട് തിളപ്പിച്ചൊരു ചൂട് ചായയും പിന്നെ ഈ ഒരു വെട്ട് കേക്ക്, മൂട്ടിലോ ഉച്ചിയിലോ എവിടെ വെട്ടുള്ളത് കൊണ്ടാണ് അത്ര ഇതിനെ വെട്ട് കേക്കെന്ന് പറയുന്നത്. അങ്ങനെ ഒരു കേക്കും കൂടെ ഞാൻ കഴിച്ചു. അങ്ങനെ ഈവനിങ്ങിൽ ചായയോടെയും കലാപരിപാടിയൊക്കെ കഴിഞ്ഞ് രാത്രി ഒരു 8 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഓട്സ് പുട്ടും പഴവും കൂടെ വെച്ച് കഴിച്ചുകൊണ്ട് ഞാൻ ഈ ഒരു കലാപരിപാടി ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഗായ്സ്, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനലിനെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ടാറ്റാ.